ഹലോ, ഇന്ന് നമുക്കൊരു പെഗ് ബോർഡ് ചെയ്തെടുത്താലോ? ഈ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുവിധം എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ ഡെസ്കുമേ കാണുമല്ലേ ഈ പെഗ് ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പിൻട്രസ്റ്റിൽ കാണുന്ന ഡെസ്കുകളിലും നമ്മൾ പെഗ് ബോർഡ് കാണാറുണ്ടല്ലേ. അപ്പോൾ അത് മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സൈറ്റിലൊക്കെ നല്ല വിലയാണ് പെഗ് ബോർഡിന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്കിനോ അനുയോജ്യമായ രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. കട്ടി കുറഞ്ഞ കാർഡ് ബോർഡാണ് എടുക്കുന്നത്. അത് കാരണം നമുക്കത് അതിന് ഹോൾസ് ഇടാൻ എളുപ്പമായിരിക്കും, അതുപോലെ ചുമരും ഒട്ടിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ഞാനതിൽ സൈഡൊക്കെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് സ്കെയിൽ വെച്ച് വരച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു വൈറ്റ് പേപ്പർ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 2 A4 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ആണെങ്കിലും എടുക്കാം കേട്ടോ. ഹോൾസ് ഇട്ടതിന് ശേഷമാണ് പേപ്പർ ഒട്ടിക്കുന്നത്. പേപ്പർ ഒട്ടിച്ചതിന് ശേഷം വെട്ടത്തൊന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോൾസ് ഒന്ന് തെളിഞ്ഞ് കിട്ടും. അതിൽ പിന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ പെഗ് ബോർഡിൽ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് ഒരു പെൻ ഹോൾഡറാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൊബൈലിൻ്റെ ചാർജർ മേടിച്ചപ്പോൾ കിട്ടിയൊരു കവറാണ്. അപ്പോൾ അത് വൈറ്റ് പേപ്പർ കവർ ചെയ്തിട്ട് അതാണ് ഒട്ടിച്ചെടുക്കുന്നത്. സൈഡ് ടേപ്പ് വെച്ചാണ് കേട്ടോ ഒട്ടിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വാച്ചൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വയ്ക്കാനായിട്ട് എടുക്കാം. പിന്നെ ചാവിയൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടും ഒരിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നണം, അതാണ് മെയിൻ കാര്യം. ഓക്കെ, സ്പെറ്റ്സ് വയ്ക്കാനായിട്ടുള്ളൊരു ഏരിയ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെഗ് ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്